ശിവാസ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗവിക്ക് പോകാനായി പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ വന്നത് മാത്രം മിച്ചമായിപ്പോയി. കാരണം ബസ് സ്റ്റാൻഡിലേക്ക് എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ അതിനകത്ത് നിറച്ച ആളുകളായിരുന്നു. നമുക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല. അങ്ങനെ നമ്മളൊരു വിധത്തിൽ ബസ്സിൽ കയറി പറ്റിയെന്ന് തന്നെ പറയാം. കുട്ടികളെ മുമ്പോട്ട് വിട്ടിട്ട് അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുമ്പ വരെ വീഡിയോ എടുത്തത്. നമ്മൾ ഇന്ന് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് പത്തനംതിട്ട നിന്നും കൊച്ചുകുമ്പ വരെ ടിക്കറ്റ് എടുത്ത് കൊച്ചുകുമ്പയിൽ ഇറങ്ങി അവിടുത്തെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പത്തനംതിട്ട നിന്നും 6:30 പുറപ്പെടുന്ന ബസ് കൊച്ചുപമ്പയിൽ 11:30 എത്തിച്ചേരും. അപ്പോൾ ആ ബസ്സിന് കയറി കുമളിയിൽ എത്തിച്ചേരാമെന്നുള്ള ഒരു പ്ലാനിങ് ആണ് നമുക്കിന്നുള്ളത്. അങ്ങനെ നമ്മുടെ ബസ് ജനവാസ മേഖലയൊക്കെ കഴിഞ്ഞ് ആങ്ങമൂഴി ചെക്ക് പോസ്റ്റ് കടക്കുകയാണ്. രാവിലെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 5:30 പുറപ്പെടുന്ന ബസ്സാണിത്. ഈ ബസ്സിൽ കയറുകയാണെങ്കിൽ നമുക്ക് രാവിലത്തെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കാണാം. മൃഗങ്ങളെയൊക്കെ കൂടുതൽ കാണാൻ സാധ്യത രാവിലെയാണല്ലോ. അപ്പോൾ 5:30 ബസ് തന്നെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മൃഗങ്ങളെയൊക്കെ കാണാമെന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. 2 വീലറിൽ ഇതുവഴി നമ്മളെ കടത്തി വിടുകയില്ല. കാരണം കരടിയും പുലിയും കടുവയൊക്കെയുള്ള കാടല്ലേ. അതുകൊണ്ട് നമ്മൾ 2 വീലറിൽ ഒരു കാരണവശാലും കടത്തി വിടുകയില്ല. സ്വന്തം വാഹനത്തിലാണെങ്കിൽ ഒരു ദിവസം 30 വണ്ടികളെ മാത്രമേ കടത്തി വിടുകയുള്ളൂ. അതും ഓൺലൈനായി ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ 30 ടിക്കറ്റും കൊടുത്തു പോയെങ്കിൽ പറ്റില്ല, കൊടുത്തില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോകാം. പക്ഷേ എപ്പോഴും നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയായിരിക്കും. എന്തുകൊണ്ടും നല്ലത് KSRTC ബസ് തന്നെയാണ്. കുറച്ചുകൂടെ ഉയരമുള്ള ബസ്സാണല്ലോ. അപ്പോൾ അതിലിരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. കാരണം ആനയെ പ്രതീക്ഷിച്ചു പോയ നമുക്ക് കടുവയാണ് കിട്ടിയിരിക്കുന്നത്. ഗവിയിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് ആങ്ങമൂഴി ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ ഒരു KCBയുടെ ക്യാൻറ്റീനുണ്ട്. ചായ കുടിക്കുന്നതിന് വേണ്ടിയിട്ട് നിർത്തും. അവിടെ നിന്ന് നമുക്ക് ചായ കുടിക്കാം. അതുകൂടാതെ ഭക്ഷണമൊന്നും കയ്യിൽ കരുതിയിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സോ കുടിവെള്ളമോ ഒക്കെ വാങ്ങി നമുക്ക് കയ്യിൽ കരുതുകയും ചെയ്യാം. വളരെ മനോഹരമായ ഒരു പുൽമേടാണ്. നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടിയാണിത്. അതുകൊണ്ട് ബസ് ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി ഇവിടെ നിർത്തിത്തരും. നമുക്കിവിടെ ഇറങ്ങി നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാം. നമ്മുടെ ബസ്സിൽ വന്നവർ മുഴുവനും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെയാണ് കേട്ടോ. കക്കി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണിത്. വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഗവി സമ്മാനിക്കുന്നത്. അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ ബസ്സിലേക്ക് കയറി ബസ് കക്കി ഡാമിൻ്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ കക്കി ഡാമിൻ്റെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഡാമാണ് കക്കി ഡാം. ആദ്യത്തെ ഡാം മൂഴിയാർ ഡാമാണ്. ഗവിയിൽ താമസിക്കുന്നത് ശരിക്കും ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥികളാണ്. ഇവർക്ക് ഗവൺമെൻറ് അധീനതയിലുള്ള ഏലം പ്ലാന്റേഷനിലാണ് ജോലി. ഇവരുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരു LP സ്കൂൾ മാത്രമേ ഗവിയിലുള്ളൂ. ഉപരിപഠനത്തിനായിട്ട് എപ്പോഴും ഇവർ ടൗണിനെയാണ് ആശ്രയിക്കുന്നത്. കുമളിയിലോ പത്തനംതിട്ടയിലോ ആണ് ഇവർ ഉപരിപഠനം നടത്താനായി പോകുന്നത്. പിന്നെ ഇവരുടെ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് KSRTC ബസ് മാത്രമാണ്. വേറെ യാതൊരുവിധ യാത്രാ സൗകര്യങ്ങളും ഇവർക്കില്ല. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഡാം ആനത്തോട് ഡാമാണ്.
നമ്മൾ ഈ യാത്രയിൽ ഒരു ഡാമിൻ്റെ മുകളിലൂടെ മാത്രമേ കടന്നു പോകാതെയുള്ളൂ, പമ്പ ഡാം. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ നമുക്ക് കടന്നു പോകാതെ നമ്മൾ സൈഡിലൂടെയാണ് പോകുന്നത്. അതുപോലെ അവിടെ ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല. അടുത്തത് നമ്മൾ എത്തിച്ചേരുന്നത് നേരെ കൊച്ചുപമ്പയിലാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു കേഴമാൻ ഞങ്ങളെ കണ്ട് പേടിച്ച് ഓടിപ്പോയി കേട്ടോ. നമ്മളങ്ങനെ കൊച്ചുപമ്പയിൽ ഇറങ്ങി. കൊച്ചുപമ്പയിൽ ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ്. ഇവിടെ ബോട്ടിങ്ങിനായിട്ട് ടിക്കറ്റ് ഇവരുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇങ്ങോട്ടേക്ക് എൻട്രി കൂപ്പണിന് 20 രൂപയും നമുക്ക് ബോട്ടിങ്ങിനായിട്ട് ഒരാൾക്ക് 100 രൂപയുമാണ്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിങ്ങിനായിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് പോവുകയാണ്. അപ്പോൾ വാഗമണ്ണ് പോയപ്പോഴേക്കും നമുക്ക് ബോട്ടിങ് നടന്നിരുന്നില്ല. ഇവിടെ നമ്മൾ ബോട്ടിങ് നടത്താമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ചിക്കുവിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ്. നമ്മൾ ബോട്ടിൽ കയറി, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ബോട്ടിൽ കയറി. അങ്ങ് ദൂരെ കാണുന്ന മലയുടെ മുകളിലൊക്കെ ആനിമൽ സൈറ്റിംഗ് ഉള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ഈ ഒരു രീതി തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അധികം തിരക്കില്ലാതെ ബോട്ടിങ് നടത്താൻ പറ്റി. അതുതന്നെയുമല്ല, നമ്മൾ ഗവിയിലിറങ്ങിയാൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാനില്ല. അവിടെയാണെങ്കിൽ നമുക്ക് പാക്കേജ് എടുക്കാതെ അതിനുള്ളിലേക്കൊന്നും കയറാനും കഴിയുകയില്ല. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കൊച്ചുപമ്പയിലിറങ്ങി ഈ ബോട്ടിങ് നടത്തിയതിന് ശേഷം കുമ്മളിക്ക് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഈ കൊച്ചുപമ്പയിൽ ചെറിയൊരു ക്യാൻറ്റീനുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അവർ കുറച്ച് ഭക്ഷണം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ ചെല്ലുന്ന സമയത്ത് തിരക്കൊന്നും ഇല്ലെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും. ഈ കാണുന്ന ഒരു ആനത്താരയാണ് കേട്ടോ. ഇതുവഴി ആന ഇറങ്ങി വന്ന് വെള്ളം കുടിക്കുകയും ഇതുവഴി ഇറങ്ങി അക്കരയ്ക്ക് നീന്തി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അക്കരയായിട്ട് കാണുന്നത് ഏലം പ്ലാന്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. ചങ്ങാടത്തിൽ തൊഴിലാളികൾ അക്കരയ്ക്ക് കിടന്നിട്ട് അതുവഴിയാണ് കയറി പോകുന്നത്. 11:30 പത്തനംതിട്ടയിൽ നിന്നും കുമ്മളിക്ക് പോകുന്ന ബസ് കൊച്ചുപമ്പയിൽ എത്തിച്ചേർന്നു. അതിൽ കയറി നമ്മൾ കുമ്മളിയിലെത്തിയിട്ട് കുമ്മളിയിൽ നിന്ന് ആ ബസ്സിന് തന്നെ 2:30 തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോവുകയാണ്. കുമ്മളിയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് വരുമ്പോഴുള്ള ഈ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളും പുൽമേടുകളുടെ കാഴ്ചകളും ഒക്കെ ഒന്നും പറയാനില്ല. വളരെയധികം ഭംഗിയുള്ളതാണ്. ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ആനപ്പിണ്ടം മാത്രമാണ് റോട്ടിൽ കാണാൻ കഴിഞ്ഞത്. ആനയെ കാണാൻ കഴിഞ്ഞില്ല പത്തനംതിട്ട നിന്നും കുമ്മളിക്ക് വന്നപ്പോഴേക്കും. നമ്മുടെ ബസ് അങ്ങനെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എത്തി. ചെക്ക് പോസ്റ്റ് കിടക്കുന്നതിന് വേണ്ടി കാത്തു കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പത്തനംതിട്ട നിന്ന് കുമ്മളിക്ക് വന്നപ്പോൾ റോട്ടിൽ ആനപ്പിണ്ടവും പുല്ലും കമ്പും മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മളെ കടന്ന് ആന കാടിനുള്ളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ കുമ്മളി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ശക്തമായ രീതിയിൽ പ്രാർത്ഥിച്ചാണ് ഇരുന്നത്. ഒരാനയെങ്കിലും കാണണം, ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര വെറുതെയായി പോകും, നമുക്കൊന്നും കാണാതെ തിരിച്ചു പോകേണ്ടി വരുമെന്നുള്ളത്. വളവും തിരിയുമ്പോഴും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗവി നമുക്കായിട്ട് നല്ലൊരു കാഴ്ച കരുതി വച്ചിരുന്നത്. കുന്നോളം ചോദിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്ന് പറയണ കേട്ടിട്ടില്ലേ? അതുപോലെ ആനയെ ചോദിച്ചു കിട്ടിയത് കടുവയായിരുന്നു. ബസ്സിലെ തിരക്ക് കാരണം പത്തനംതിട്ട നിന്നും കുമ്മളി വരെ നിന്നാണ് നമ്മൾ യാത്ര ചെയ്തത്.
അതിൻ്റെ ഒരു ക്ഷീണത്തിൽ ചെറുതായി ഒന്ന് മയങ്ങിയപ്പോഴാണ് തൊട്ടടുത്തിരുന്ന ചേച്ചി കടുവയെന്ന് വിളിച്ച് ബഹളം വയ്ക്കുന്നത് കേട്ടത്. അപ്പോഴേക്കും ചാടി എഴുന്നേറ്റ് നോക്കി മുന്നിൽ കടുവ. പകച്ച് നിന്നതിന് ശേഷമാണ് നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഗവിയിൽ കടുവകൾ എണ്ണത്തിൽ കുറവാണ്. വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനെ പുറത്തേക്ക് കടുവകൾ വരാറുള്ളൂ. ഇത് എന്തിനെയോ പിടിച്ച് അവിടെ കഴിക്കാനായി ഇട്ടിട്ടുണ്ട്. അതാണ് അത് അവിടെ നിന്ന് മാറാതിരിക്കുന്നത്. ഇതിന് മുമ്പിൽ പോയ ബസ്സുകാരും ഈ കടുവയെ കണ്ടിട്ടാണ് അവരും പോയത്. ഗവിയിലെ കാലാവസ്ഥ ഒരിക്കലും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം ചില സമയങ്ങളിൽ ശക്തമായ രീതിയിൽ മഴയായിരിക്കും, ചില സമയങ്ങളിൽ നൂൽമഴയായിരിക്കും, ചില സമയങ്ങളിൽ കോടയിറങ്ങും, അല്ലെങ്കിൽ ശക്തമായ വെയിലായിരിക്കും. അങ്ങനെ നൂൽമഴയുള്ള സമയത്ത് നമുക്ക് കിട്ടിയൊരു മഴവില്ലാണ് കക്കി ഡാമിലെ മീൻ വളർത്തുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനെ ബോക്സ് പോലുള്ള ഇതിൽ അതിനുള്ളിലാണ് മീൻ വളർത്തുന്നത്. പുല്ല് തിന്ന് നടന്നു പോകുന്ന ഒരു കൂട്ടം കാട്ടുപോത്താണിത്. ഇതിനിടയ്ക്ക് മ്ലാവിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. ബസ്സിൻ്റെ ചില്ലിൽ മഴത്തുള്ളി വീണ് കിടക്കുന്നതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് ആദ്യം കാണാൻ പറ്റിയില്ല. അതിന് ശേഷമാണ് അതിനെ വ്യക്തമായിട്ടൊന്ന് കാണാൻ കഴിഞ്ഞത്. രാത്രികാലങ്ങളിൽ കടുവയും പുലിയുമൊക്കെ ഇവയെ ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ കാട്ടുപോത്തും മാനുമൊക്കെ ഇതുപോലുള്ള പുൽമേടുകളിലാണ് കാണുന്നത്. നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ അജേഷ് ചേട്ടനാണ് നമ്മളെ ഇത്രയും കാഴ്ചകളൊക്കെ കാണിച്ചു തന്നത്. ഈ ഭാഗത്തായിട്ട് മയിലിനെ കാണുമെന്ന് പറഞ്ഞു തീർന്നില്ല. അതേ നിൽക്കുന്നു മയിലെ. ബൈബിളിൽ പറയുന്ന നോഹയുടെ പെട്ടകമുണ്ടാക്കിയ ഗോഫർ മരമാണ് ഈ കാണുന്നത്. ഈ വള്ളി പടർന്ന് പന്തലിച്ച് കയറിയിരിക്കുന്ന മരമാണ് ഗോഫർ മരം. പണ്ട് കാലത്ത് ഗവിയിലെത്തിയ ജർമ്മൻ ശാസ്ത്രജ്ഞരാണ് ആദ്യമായി ഈ ഗോഫർ മരം കണ്ടെത്തുന്നത്. പിന്നീട് അത് വനം വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു. പൂവിടാതെ തന്നെ കായ്ക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റൊരു മരമുള്ളത് ഉണങ്ങിപ്പോയി. ആ മലയുടെ മുകളിൽ 2 മ്ലാവ് നിൽപ്പുണ്ട്. ഒരാൾക്ക് പത്തനംതിട്ടയിൽ നിന്നും കുമളി വരെ പോകുന്നതിന് ബസ് ചാർജ് 198 രൂപയാണ്. ലൈറ്റ് കുറഞ്ഞു തുടങ്ങിയതിനാൽ നമുക്ക് ഇനി വീഡിയോ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പോയാലും വളരെയധികം സന്തോഷത്തിലാണ് തിരിച്ചുള്ള യാത്ര. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.